നമസ്കാരം. ബേസിക്സ് ഇൻ വെബ് ഡെവലപ്മെൻറ്റ് എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെബ് പ്രോട്ടോക്കോളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ടോപ്പിക്കാണ്. ഈ ഒരൊറ്റ വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. എന്താണ് ഒരു വെബ് പ്രോട്ടോക്കോൾ, വെബ് പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. എന്താണ് ഒരു വെബ് പ്രോട്ടോക്കോൾ? പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത രീതി. അപ്പോൾ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ വെബ് പ്രോട്ടോക്കോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കത്തയക്കുകയാണെങ്കിൽ തന്നെ അതിൽ അഡ്രസ്സ് എഴുതണം, സ്റ്റാമ്പ് ഒട്ടിക്കണം, അതൊരു എൻവലപ്പിലാക്കണം, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതേപോലെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ വെബ് പ്രോട്ടോക്കോളുകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നത് ഈ വെബ് പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഒന്ന് സുരക്ഷിതത്വമാണ്. ഇപ്പോൾ ആ ഒരു വിനിമയം അല്ലെങ്കിൽ ആ ഒരു അഴക്കുന്ന കാര്യം ഇന്ന കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, വേറെ എങ്ങും പോകാൻ പാടില്ല. ഈ ഒരു പ്രോട്ടോക്കോളുകളില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും ഒരു ബ്രൗസറിലൂടെ കിട്ടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വെബ് പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ഘടകം ഇതാണ്. രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ചില ഫോർമാറ്റുകൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിനി കൂടുതലായിട്ട് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെബ് പ്രോട്ടോക്കോളുകൾ: ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഡൊമെയിൻ നെയിം സിസ്റ്റം, സെക്യൂർ സോക്കറ്റ്സ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ. ബ്രൗസറും വെബ്സൈറ്റും തമ്മിൽ സംസാരിക്കുന്ന ഭാഷയാണിത്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ഒരു വെബ് ബ്രൗസറിൽ നിന്നും google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറും ആ ഒരു വെബ് സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണിത്. HTTP വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബ്രൗസറിൽ നിന്നും വെബ് സെർവറിലേക്ക് നിങ്ങൾ google.com എന്ന വെബ്സൈറ്റാണ് തുറക്കാൻ ശ്രമിക്കുന്നത് എന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിലേക്ക് അയക്കുന്നത്. അതിന് ഉത്തരമായിട്ട് സെർവർ അതേ ഭാഷയിൽ അതിനു വേണ്ട ഉത്തരവും തരും, റെസ്പോൺസ് തരും. അതാണ് HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ ജോലി. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ TCP. നമ്മൾ google.com എന്ന് അയച്ചത് നമ്മളുടെ ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് എത്തുന്നു. സെർവറിൽ കിട്ടിയതിന് ശേഷം സെർവറിൽ നിന്നും ബ്രൗസറിലേക്ക് തിരിച്ചയക്കുന്നു നമുക്ക് വേണ്ട പേജിൻ്റെ ഇൻഫർമേഷൻ. ആ അടക്കുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഉറപ്പായും ഉദ്ദേശിക്കുന്ന രീതിയിൽ വെബ് ബ്രൗസറിൽ കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് TCP, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാർസൽ ഡെലിവറി എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് വെക്കുക. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സൊമാറ്റോ വഴി നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഓർഡർ ചെയ്തതിന് ശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രക്ചേർഡ് രീതിയിലായിരിക്കും, അല്ലേ? അതായത് നമ്മളൊരു ആ ഡെലിവറി പാർട്ട്ണറിന് ആ ഒരു മെസ്സേജ് എത്തിക്കുക, അയാളത് ആക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം അയാൾ ആ ഹോട്ടലിലേക്ക് ചെല്ലുക, ഹോട്ടലിൽ നിശ്ചിത സമയം കാത്തു നിൽക്കുക, ഫുഡ് കിട്ടിയെന്ന് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അറിയിക്കുക, അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു എന്നറിയിക്കുക, അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഇവിടെ എത്തിയെന്ന് നമ്മൾ അറിയിക്കുക, നമ്മൾ ചെന്ന് കളക്ട് ചെയ്യുക. ഇതേപോലെയുള്ള ചില പ്രോട്ടോക്കോളുകളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇത് മെയിനായിട്ടും HTTP, അതായത് സെർവറിൽ നിന്നും ബ്രൗസറിലേക്കുള്ള കമ്മ്യൂണിക്കേഷനിൽ HTTPയുടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് TCP. ഡൊമെയിൻ നെയിം സിസ്റ്റം DNS.
ഈ പ്രോട്ടോക്കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ലോകങ്ങളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് ബൈനറി ഡാറ്റയോ അതല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ അവർക്ക് രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് google.com എന്ന് തന്നെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഗൂഗിളിന് റെസ്പെക്റ്റീവായിട്ടുള്ള IP അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നീക്കാൻ വേണ്ടിയിട്ട് ആ ഒരു IP അഡ്രസ്സിന് പകരം google.com എന്ന ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വാക്കായിട്ട് മാറ്റുന്നു. അതേപോലുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റിൽ നിങ്ങൾ ഓരോ കോൺടാക്റ്റുകളും സേവ് ചെയ്യുന്നത് എന്തിനാണ്? ആ നമ്പർ ഓർത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിച്ചാൽ മതി. ആ നമ്പർ ഓർത്തിരിക്കാതെ ഇപ്പോൾ ആളുടെ പേരിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പേര് മാത്രം ഒരു സെക്യൂർ സോക്കറ്റ്സിലെ ആൻഡ് ട്രാൻസ്പോർട്ടിലെ സെക്യൂരിറ്റി SSL ആൻഡ് TLS ഇത് പറയുന്നത് പോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ നിയമങ്ങളാണ്. അതായത് ഇപ്പോൾ നേരത്തെ ഒരു എൻവലപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. നമ്മൾ മെയിൽ അഴക്കുമ്പോൾ എൻവലപ്പിലിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ആ ഒരു മെസ്സേജ് ആ അഴക്കുന്ന ഒരാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആരുടെയൊക്കെ കയ്യിൽ കൂടിയാണ് ആ ഒരു പോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് എത്തുക? എല്ലാവർക്കും അതൊരു എൻവലപ്പിലല്ല എന്നുണ്ടെങ്കിൽ വായിക്കാൻ കഴിയില്ലേ? ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എൻവലപ്പിലല്ലെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിലേക്ക് പാസ് ചെയ്യുന്ന ഡാറ്റ മറ്റാർക്കും വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അത് SSL വെച്ചിട്ടായിരിക്കും ചെയ്യുക. TLS എന്ന് ഉദ്ദേശിക്കുന്നതും എൻക്രിപ്റ്റ് ചെയ്യുക, ലോഗ് ചെയ്യുക എന്നുള്ളതാണ്. വെബ് പ്രോട്ടോക്കോളിൻ്റെ വേറെ ടൈപ്പുകളാണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നേരത്തെ പറഞ്ഞതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെക്ക് ചെയ്യാം. HTTPയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇത് വെബ് ബ്രൗസറും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാം. ഒരു നിശ്ചിത രീതിയിൽ ബ്രൗസറിൽ നിന്ന് അഴച്ച് സെർവറിൽ നിന്നും വേണ്ട ഡാറ്റ എടുക്കുക. ആ ഡാറ്റ എടുക്കുന്ന രീതിയിൽ ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് അഴക്കുക. ഇതാണ് HTTP എന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രധാന ഉദ്ദേശം. HTTPയുടെ കൂടെ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് ഡാറ്റകൾ ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് അഴക്കുമ്പോൾ അത് HTTPS ആവും. HTTPയുടെ കൂടെ സെക്യൂർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് ഡാറ്റ അഴക്കുമ്പോൾ അത് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് കീ പാസ് ചെയ്ത് സെർവറിന് അത് ഡീകോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അഴക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷൻ നടന്നാൽ തന്നെ അവർക്ക് ആ ഒരു ഡാറ്റ എടുക്കാൻ കഴിയില്ല. അത് പ്രോപ്പറായിട്ട് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതിനുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് ഡാറ്റകൾ HTTP മുഖേന അയക്കുന്നതിനാണ് HTTPS അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള, അതായത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഡാറ്റ പാസ് ചെയ്യുമ്പോഴാണ് HTTPS. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക വെബ്സൈറ്റുകളും തന്നെ HTTPS ആയിരിക്കും. ഇപ്പോൾ ആ ഒരു കൗൺസിൽ HTTPS ആണ് മോസ്റ്റ്ലി എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. HTTPS ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് പോലെ നമുക്ക് ബ്രൗസറിൽ തന്നെ കാണിക്കാം. അപ്പോൾ മിക്ക വെബ്സൈറ്റുകളും ഇപ്പോൾ HTTPS ആണ് ഫോളോ ചെയ്യുന്നത്. അത് മെയിനായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെയോ പാസ്വേഡുകളോ അതേപോലെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ സെക്യൂർ ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു HTTPS യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ സെക്യൂർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് HTTPS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് HTTP എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സെക്യൂറായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സെക്യൂറായിട്ട് HTTP ചെയ്യുക എന്നതിനെയാണ്. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പ്രോട്ടോക്കോൾ ഇമെയിലുകളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇമെയിലിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് SMTP.
അപ്പോൾ HTTP അതേപോലെയുള്ള പ്രോട്ടോക്കോളുകൾ മെയിനായിട്ടും വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ SMTP ഇമെയിൽസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ ഈ ഒരു മെയിൽ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, അതായത് ഒരു കത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കമ്മ്യൂണിക്കേഷൻ പോലെ അല്ല അത് ആർക്കാണ് അയക്കേണ്ടത്, അതിന് പോസ്റ്റ് കോഡ് വേണം, ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളതെന്ന് വേണം, വീട്ടുപേര് അല്ലെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ പേര്, അതേപോലുള്ള കാര്യങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ആ കത്ത് എത്തേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ അല്ലേ. അപ്പോൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കയ്യിലെത്തുകയോ അല്ലെങ്കിൽ അവിടെ ബ്ലോക്കായി കിടക്കുകയോ ചെയ്യും. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മെയിൽ അയക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അയച്ച മെയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. SMTP പ്രോട്ടോക്കോളിലാണുള്ളത്. മെയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രൗസറിന് മനസ്സിലാവുന്നത് SMTP പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ്. SMTP പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന മെയിൽ അവിടെ എത്തിയെന്ന് വരില്ല. SMTP പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമെയിലിന് വേണ്ടി മാത്രമുള്ളൊരു പ്രോട്ടോക്കോളാണ്. TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പേരുദ്ദേശിക്കുന്നത് പോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് TCP. ഇതിൽ ഡാറ്റ ശരിയായി എത്തിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഡാറ്റ എത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് ഇവിടെ അറിയിക്കുക, മനസ്സിലായില്ല. അപ്പോൾ അതേപോലെയുള്ള ട്രാൻസ്മിഷൻ ചെയ്യുമ്പോഴത്തേക്കും എററുകൾ വരാതെ നോക്കുക. ആ ഒരു ട്രാൻസ്മിറ്റിൻ്റെ ഇടയിൽ എറർ വരാതെ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അത് സ്ട്രക്ചർ ചെയ്യേണ്ടത് ആ ഒരു പ്രോട്ടോക്കോളാണ് TCP. സെർവറിൽ നിന്നും അപ്പോൾ TCP ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റിലയബിളായിട്ട് ഒരു ഡാറ്റയിലേക്കും ഇല്ലാതെ നമുക്ക് ബ്രൗസറിൽ ഡാറ്റ കിട്ടും. ഒരു എററും നടക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് ചില മാറ്റങ്ങളൊന്നും വരാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ബ്രൗസറിൽ കിട്ടും. സെർവറിൽ നിന്നും ബ്രൗസറിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് പ്രോപ്പറായിട്ട് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് TCP. IP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ അഡ്രസ്സിലേക്ക് ഡാറ്റ അയക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അത് രണ്ടും കൂടി ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. TCP/IP ആ ഒരു രീതിയിൽ തന്നെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസറിൽ നിന്നും സെർവറിലേക്കോ സെർവറിൽ നിന്നും ബ്രൗസറിലേക്കോ ഉള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നാൽ ഇൻ്റർനെറ്റ് എന്നുള്ളത് കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഇൻ്റർനെറ്റിനൊരു അടിസ്ഥാനം ഇല്ലാതായി പോകും. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗശൂന്യമായി പോകും ഇൻ്റർനെറ്റ്. അപ്പോൾ TCP/IP എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾ. HTTP എന്നുള്ളത് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏത് രീതിയിലാണ് ഡാറ്റ അയക്കേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടാണുള്ളത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ FTP. ഈ ഒരു നിയമം വെച്ചിട്ടാണ് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ വേറൊരു സുഹൃത്തിന് നിങ്ങളുടെ ഡാറ്റ ഇൻ്റർനെറ്റ് ഇല്ലാതെ കൊടുക്കാനായിട്ട് പെൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് പോലെ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിച്ചത് വെബ് പ്രോട്ടോക്കോളുകളെ കുറിച്ചാണ്. വെബ് പ്രോട്ടോക്കോളിൻ്റെ പല ഘടകങ്ങളും, എന്താണ് ഒരു വെബ് പ്രോട്ടോക്കോളും, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഓരോ ഘടകങ്ങളിലും വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, വെബ് പ്രോട്ടോക്കോളിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ വെബ് പ്രോട്ടോക്കോളുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ വെബ് പ്രോട്ടോക്കോളുകൾ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്രയൊക്കെ പോപ്പുലർ ആവാനും നമുക്കത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും കഴിയുന്നത്. അപ്പോൾ വെബ് പ്രോട്ടോക്കോൾ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റിൽ അല്ലെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. ഞാനത് ഈ സംശയങ്ങളെല്ലാം വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.